Pooja. What is this? What are you doing here? I just can't believe Arya Devi and Pooja in such a pathetic situation. എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടെന്ന് കേട്ടിരുന്നു. ബട്ട് ഈ ഒരു അവസ്ഥയിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. And I was not in station. Stage show in US ലായിരുന്നു. അറിഞ്ഞിരുന്നു. Why don't you call your friends there? At least my dad and mom. വളരെ ക്ലോസ് എന്ന് കരുതിയവരൊക്കെ കൈവിട്ടപ്പോ പിന്നെ ആരെയും വിളിക്കാൻ തോന്നിയില്ല. Oh, it is so pity. മറ്റന്നാ ഇവിടെ ഒരു ഷോ ഉണ്ട്, അതിനു വേണ്ടി വന്നതാണ്. Why don't you join with me? മാഡത്തിന് എന്റെ കൂടെ പാടാ ഈ ഷോയ്ക്ക്. അറ്റ്ലീസ്റ്റ് ഈ മൂഡിനൊരു ചേഞ്ച്. നോ നിതിൻ, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. തന്നെയല്ല, ആ ഓപ്പറേഷന് ശേഷം പാടാറുമില്ലല്ലോ. എങ്കിൽ പൂജയ്ക്കൊന്ന് ട്രൈ ചെയ്തൂടെ? പണ്ട് പാടിയിരുന്നല്ലേ കുറേശ്ശെ. No, Nitin, I can't. വേറെ ഒന്നുമല്ല, യു ഷുഡ് ഡു സംതിങ് കണക്റ്റഡ് വിത്ത് മ്യൂസിക്. ആ ഹോട്ടൽ ജോലി വേണ്ടല്ലോ. It's all right. Now I'm happy with that job. Okay, I am just suggesting. മുംബൈയില് പണ്ട് ഞങ്ങളുടെ നൈബറായിരുന്ന കേണൽ മേനോനങ്ങളുടെ മോനാ നിതിൻ. കുറെ നാൾ നമ്മുടെ ശിഷ്യനായിരുന്നു. ചില സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട് കക്ഷി. പിന്നെ നിറയെ പോപ്പ് ആൽബം. ഇത് പറയാനാണോ ഞങ്ങളൊക്കെ കെട്ടിയെഴുന്നള്ളിച്ച് കടപ്പുറത്ത് കൊണ്ടുവന്നിരുത്തേക്കണേ? ഹാ, പറയട്ടെ. എന്നാ പറയേ, എനിക്ക് തിരക്കുണ്ട്. ചൂടാവല്ലേ മാഷേ, പറയാം. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് ആദ്യമേ ചാടിക്കറി നോ പറയരുത്. നോന്ന് പറയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ നോന്ന് പറയും. വേണ്ട, ഇയാളോട് പറയുന്നില്ല, നിങ്ങളോട് പറയാം. വിശേഷങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തില് നിതിനോട് രവീന്ദ്രനാഥ മാഷെ പറ്റിയും നിങ്ങളൊക്കെ പറ്റിയും ഞാൻ പറഞ്ഞു. അപ്പോ നിതിൻ തന്നെയാ ആ ഐഡിയ തന്നത്. രവീന്ദ്രനാഥ മാഷിന്റെ സംഗീതത്തിലെ ഹിന്ദുസ്ഥാനി ടച്ചും ഫോക്ക് ടച്ചും പിന്നെ ഇപ്പോഴത്തെ മോഡേൺ ഫ്യൂഷനും ഒക്കെ മിക്സ് ചെയ്ത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ആൽബം. ഭാസ്കരേട്ടന്റെ തബലയും ലൂയി അങ്കിളുടെ ക്ലാർനെറ്റും സൈകാളിക്കയുടെ ഹാർമോണിയും ഒക്കെ ഉപയോഗിക്കണം. പലതരത്തിലുള്ള 10 പാട്ടുകളുടെ ഒരു ആൽബം. രവീന്ദ്രൻ മാഷിന് ഡെഡിക്കേറ്റ് ചെയ്ത് മാഷിന്റെ പഴയ ചങ്ങാതിക്കൂട്ട് ഒരുമിച്ച് കൂടി മാഷിന്റെ മൂത്ത മകൻ സച്ചിദാനന്ദൻ എന്ന സച്ചി കമ്പോസ് ചെയ്ത് പാടുന്ന ആൽബം. ഞെട്ടണ്ട, ഞാൻ പറഞ്ഞത് കാര്യ. അതാ ചാടിക്കേറി നോന്ന് പറയരുതെന്ന് പറഞ്ഞത്. ഒരിക്കലും പുറത്തെടുത്തിട്ടില്ലാത്ത, പറഞ്ഞ് ഞങ്ങളൊക്കെ കേട്ടിട്ടില്ല ഇയാടെ കഴിവുകൾ പുറത്തെടുക്കണം. കമ്പോസ് ചെയ്ത് റെഡിയാക്കിയ നിതിൻ ഹെൽപ്പ് ചെയ്യും നമ്മളെ റെക്കോർഡ് ചെയ്യാനും ആൽബം ഇറക്കാനും. പറഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ എനിക്ക് നോന്ന് പറയാലോ. ചാടിക്കേറി പറയാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. കൈയ്യോട് മാറ്റി. ഇതൊന്നും നടക്കാൻ പോണില്ല. ഇങ്ങനെയുള്ള മണ്ടൻ സ്വപ്നങ്ങളൊന്നും കാണാനുള്ള നേരം എനിക്കില്ല. അങ്ങനെ അങ്ങ് പോയാലാ? ഈ കൊച്ചു പറഞ്ഞ അത്ര മണ്ട സ്വപ്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ അച്ഛനും തുടങ്ങിയത് ഇങ്ങനെയൊക്കെ തന്നെയാ. ചങ്ങാതിമാരെ വിളിച്ചിരുത്തി പാടുകയും പാട്ടുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട്. അത്യാവശ്യം ഹാർമോണിയം വായിക്കാൻ നിനക്കും അറിയാലോ, പാടാനും അറിയാം. ഇവർക്കാണെങ്കിൽ പഴയ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പൊടി കെട്ടി എടുക്കുകയും ചെയ്യാം. അതെ, ഈ പാട്ടിന്റെ സംഗീതത്തിന്റെ പേരും പറഞ്ഞ് എന്റെ അടുത്ത് വരുമെന്ന് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ശരിയാവില്ല. ശ്രമിച്ചാ നടക്കും, ശ്രമിക്കില്ല എന്ന് വാശി പിടിച്ചാ നിവർത്തിയില്ല, ഇല്ലേ? സച്ചി മോനൊന്ന് ആലോചിച്ചു നോക്കും. ചിലപ്പോ ഈ വയസ്സുകാലത്ത് ഇങ്ങനെയാണ് ഞങ്ങൾക്കൊരു നല്ല കാലം വരുന്നതെങ്കിലോ. വയസ്സുകാലത്ത് വല്ല കാലൻ വരാണ്ട് നോക്കും. ഞാനൊന്നും പറഞ്ഞില്ല. ഇങ്ങനത്തെ വ്യാമോഹങ്ങൾ ഇനിയും ഒരുപാട് കൊണ്ടുനടക്കണ്ടെങ്കിലേ അതൊക്കെ ആ കടലിലേക്ക് വലിച്ചെറിഞ്ഞേക്ക്. വ്യാമോഹങ്ങളൊക്കെ വലിച്ചെറിയാനുള്ള വേസ്റ്റ് ബാസ്കറ്റ് ആ കടലെന്ന് ഇന്നാളൊരു ഭ്രാന്തൻ ഈ കടപ്പുറത്ത് എന്ന് പറയണ്ടായിരുന്നു. ഇല്ലടാലപ്പാ, നീ ആയിരുന്നത്? ഞാനാ. എന്നിട്ട് വാ, നമുക്ക് പോയിട്ട് 100 പണിയുള്ള. ഒരു പണിക്കും പോണ്ടാട്ടാ, ആൽബോട്ടിച്ചിരുന്നോ. വിശക്കുമ്പോ ഞാൻ ഉരുട്ടി ചവച്ചു തരാം. വിഴുങ്ങണേ. എടാ ചെക്ക, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എടാ, നീ ആരാണെന്നാണോ നിന്റെ വിചാരം? ഇന്ന് ഭാസ്കരൻ കള്ളു കുടിച്ചിട്ട് തന്നെയാണോ വന്നേക്കണത്? നിന്നോട് 4 വർത്താനം പറയാൻ. നീ കാശ് തന്നില്ലെങ്കിലും ഭാസ്കരന് കള്ളു കിട്ടൂടാ. എടാ തോപ്പേ, എടാ എരപ്പേ, നീ എന്നെ പറ്റി എന്താണ് വിചാരിച്ചത്? ഉസ്താദ് അല്ലാരക്കാന്ന് കേട്ടിട്ടുണ്ടോടാ? കേട്ടിട്ടുണ്ടോടാ? എവിടെ കേക്കാൻ? പണ്ട് ബോംബെയിൽ നിന്റെ തന്തയുടെ കൂടെ കൊട്ടാൻ പോയപ്പോ എന്റെ പെരുപ്പിക്കല് കണ്ട് സ്റ്റേജിലോട്ട് കേറി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ച് കൈകൊണ്ട്. അതൊക്കെ പോട്ടെ. യേശുദാസ് എന്ന് കേട്ടിട്ടുണ്ടോ നീ? ഗാനഗന്ധർവൻ യേശുദാസ്. ഞാനൊന്ന് വിളിച്ച ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കും. ശേഖരണ്ണന്റെ മോൻ AR റഹ്മാൻ വരും. അല്ലാരക്കാന്റെ മോൻ സക്കീർ ഹുസൈൻ വരും. മുമ്പിൽ വന്നിന്ന് തല ചൊറിഞ്ഞ് എന്താ ഭാസ്കരേട്ടാന്ന് ചോദിക്കും. കള്ളൂടിയം ഭാസ്കരന്റെ പത്രാസ് കണ്ടിട്ടല്ല, ഈ സിദ്ധി കണ്ടിട്ടാണ്. എന്നിട്ട് എന്റെ സ്വന്തം രവിയേട്ടന്റെ മോന് മാത്രം എന്താ ഒരു വിലയില്ല. നിന്നെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ മുഴുവൻ പറ. 58ാമത്തെ വയസ്സിൽ എനിക്ക് ശുക്രദശയെന്ന് എന്റെ ഈ കൈ നോക്കി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്.
ഇപ്പൊ എനിക്ക് 58 നടപ്പാ. എന്നിട്ട് ശുക്രൻ തെളിയാനുള്ളൊരു വഴി ആ കൊച്ചു വന്ന് പറഞ്ഞപ്പോ മൂടും തട്ടിയൊരു പോക്ക് അവന് പറ്റൂലാത്രേ. എന്താണ് പറ്റാത്തത്? പാടൂലാന്ന് ശപഥം ചെയ്യാൻ നീയല്ലടാ തച്ചോളി ഒതന്നാ. അല്ല ഉണ്ണിയാർത്തട മോനാ, നിന്നെ കൊണ്ട് ഞാൻ പാടിക്കോടാ. നിന്റെ കഴുത്തിൽ കുറെ നേരമല്ല നീ കിടന്ന് കുറയ്ക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ വേണ്ട വേണ്ട നിനക്ക് നിന്റെ തല കയറാൻ പോണോ? നിനക്ക് എത്ര പ്രായടാ? മൂത്താണ് ഇളയതൊന്നും ഞാൻ നോക്കൊന്നുമില്ല. എന്റെ അമ്മയും മകളും താമസിക്കുന്ന വീടാത്. ഇവിടെ കിടന്നെങ്കിലും ബഹളം ഉണ്ടാക്കിയ ഇനി ഒരു നിമിഷം അവിടെ നിന്ന് ഒറ്റ ചവിടന്റെ കൂമ്പേക്കറിയോ. നമുക്ക് പോവാം. അവൻ നല്ല വെള്ളത്തില. അവന്റെ വെള്ളം ഇറങ്ങി അവൻ നോർമൽ ആയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഇതങ്ങനെ വെള്ളത്തിൽ സംസാരിക്കേണ്ട കേസല്ലേ? അപ്പൊ നിങ്ങൾ തമ്മിൽ ആയിക്കോ, എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇപ്പൊ എത്ര വൃത്തിയായി പോയ കാര്യങ്ങൾ. സൂക്ഷിച്ച്. ഷാപ്പ് പൂട്ടിക്കാണോ? ഭാസ്കരേട്ടാ, ഭാസ്കരേട്ടാ, കിടക്കണ കിടപ്പണ്ട. എനിക്കാണ് സാധനം. ഇറക്ക്, ഇറങ്ങട്. മുടിച്ച് പാമ്പായി നടക്കുക. എന്താ ലരപ്പാ? ഇറങ്ങട്. എന്താ പ്രശ്നം? കേറ്. എവിടേക്കാ? ഇപ്പൊ കൊണ്ടുവരട്ടെ ചേച്ചി. ഇങ്ങട് ഇറങ്ങേട്. കൊല്ലും. നീ വിട്ടേ. ഏതാണ്ട് കള്ളൂടിയന്മാരെ പിടിച്ചിട്ടുള്ള പോലെ. ആ തബലെടുത്ത് വെച്ചിരുന്നേ. ആ തബലെടുത്ത് വെച്ചിരിക്കാൻ. ആ ആ ഓ ആ. ആ ആ. താങ്ക് യു നിതിൻ രാജ്. ആ ശരി ശരി. എല്ലാരും വലിയ ത്രില്ലില്ല. പിന്നെ ഹാപ്പി, ഭയങ്കര ഹാപ്പി. ഓക്കെ, അപ്പൊ അറിയിക്കല്ലേ? ആ അമ്മയോട് പറഞ്ഞോളാം. ശരി, ഓക്കെ, ബൈ. കാസറ്റ് കൊറിയറിൽ അയച്ചത് നിതിൻ രാജിൽ കിട്ടി. കേട്ടുടനെ വിളിച്ചത്രേ. പൈക്കുറുമ്പി എന്നുള്ള പാട്ട് മാത്രല്ല, ആ കാസറ്റിൽ സച്ച് കമ്പോസ് ചെയ്ത എല്ലാ പാട്ടുകളും നിതിന് ഭയങ്കര ഇഷ്ടായെന്ന്. നല്ല വെറൈറ്റി ഉണ്ടത്രേ മെലഡിയും. റെക്കോർഡ് ചെയ്ത ആൽബം ഇറക്കിയ ഇപ്പോഴത്തെ ട്രെൻഡില് സെൻസേഷനിലാവാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. റെക്കോർഡിംഗ് മുംബൈയിൽ വെച്ചിന് നടത്താത്രേ. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഉടനെ ചെയ്യുന്നുണ്ടെന്ന്. സച്ച് തന്നെ പാടിയാ മതിയെന്നാ നിതിൻ പറയുന്നേ. ഫുൾ ഗാങ്ങിനോട് റെഡി ആയിരുന്നോളാൻ. കച്ചവടം കുറഞ്ഞപ്പോ ചുക്കറ കാശിന് വല്ല ടൂറിസ്റ്റ് സായിപ്പിന് ഇയാൾ വിറ്റോ? ആ നീ എന്താണ് ഈ വലിച്ചു വാരി പുറത്തിടുന്നത്? ആ കിട്ടിപ്പോയി. ഓ, ഒന്ന് കൊണ്ടുപോയി കളയടോ. 10-15 വർഷത്തെ പൊടി ഉണ്ടതില്. കളയേ. പണ്ട് രവിയേട്ടന്റെ ഒപ്പം ബോംബെയിൽ ഗാനമേളക്ക് പോയപ്പോ ഇട്ടതാ. റീഗൽ തിയേറ്ററിൽ വലിയ പ്രമാണിമാരുടെ സഹസില് ഇതിട്ടുണ്ടായിരുന്നു പെരുക്കല്. ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്തിർത്ത ആള് തറവാടിയായി. അല്ല, അയാളൊക്കെ ശരിയാക്കി 2-3 ആഴ്ച കൊണ്ട് വിളിക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ 1-2 മാസം ആയല്ല. ഇനിയിപ്പോ കോട്ടലിക്ക് തേച്ച് മാത്രം മിച്ചാവുക. കരുനാക്കൊണ്ടൊന്ന് പറയാതോ. വെറുതെ അല്ല പഴയ സാധനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇയാളിങ്ങനെ തുരുമ്പെടുത്തത്. ഇന്നലെ അല്ലേ ആര്യാദേവിയെ കണ്ടപ്പോ പറഞ്ഞത് കുറച്ചു ദിവസം കൂടി ആവും, എന്നാലും ഒരുങ്ങി ഇരുന്നോളം പെട്ടെന്ന് വിളി വരുന്നൊക്കെ. ആ അപ്പൊ ആ നേരത്ത് കോട്ട് വെപ്പാൻ നിക്കണ്ടല്ല. അതെ അതെ, അത് ശരിയാ, അത് ശരിയാ. ഈ ജുഹു ബീച്ചില് മാലിബ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. മീൻകാരുടെ വാറ്റ. ഒരു 4 എണ്ണം പിടിപ്പിച്ച കരളിന് ബെസ്റ്റാ. വെള്ളൊഴിക്കരുത്. റെക്കോർഡിങ്ങിന് മുമ്പ് മാലിബ് ഞാൻ 2 എണ്ണം അടിക്കും. അടിക്കും. ഇല്ല അടിക്കും. ഇല്ലാന്നേ. അടിച്ചാൽ ഞാനടിക്കൂല. പിന്നെ റെക്കോർഡിങ് കഴിഞ്ഞുള്ള സന്തോഷത്തിന് നിങ്ങൾ നിർബന്ധിച്ച ഒരു 2 എണ്ണം വേണമെങ്കിൽ കഴിക്കും. അതും വായിൽ കോലിട്ട് കുത്തിക്കരി തന്ന. അല്ലെങ്കിൽ വേണ്ട. എന്റെ സച്ചിമോന് ഇഷ്ടമല്ലെങ്കിൽ ഭാസ്കരേട്ട പച്ചക്ക് വെക്കും. ബോംബെയിൽ പച്ചക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. വേണ്ട വേണ്ട. റെക്കോർഡിംഗ് കഴിഞ്ഞു കഴിഞ്ഞാ ഒരു സ്കോച്ച് പൊട്ടിച്ചാൽ ഭാസ്കരന് തരും. കലാകാരൻ വല്ലപ്പോഴും സ്കോച്ച് അടിച്ച ഒരു കുഴപ്പമില്ല. കലാകാരൻ വല്ലപ്പോഴും ഒരു സ്കോച്ച് അടിച്ച ഒരു കുഴപ്പമില്ല ഭാസ്കരേട്ടാ. എന്താ എന്താ എന്താ? ഒന്നുമില്ല. ഒരു ആനന്ദ നെഞ്ചുവേദന. ഈ ആനന്ദ കണ്ണീരെന്നൊക്കെ പറയൂലേ, അതുപോലെ. എന്നാലും എന്റെ സച്ചിമോൻ തന്നെയാടാ ഈ പറയണത്. मेरा महबूब आया है मेरा സൈക്കിളെ ഓടരുത്. അവിടെ നിന്നില്ല ഞാൻ കുടുംബത്തേരെ ഇടിക്കും. സാന്ററിന്റെ കടയിൽ തുന്നാൻ കൊടുത്തതാ ഒരു പൈജാമയും ജുബയും. അളവ് ശരിയാണോ നോക്കാൻ വേണ്ടി ഇട്ടതാ. എന്നാ പിന്നെ ഭാസ്കരനെ ചേട്ടനെ ഒന്ന് കാണിച്ചേക്കാവല്ലോ എന്ന് കരുതി. സച്ചിമോനുള്ളത് കണ്ടില്ല.
വഴക്ക് പറയണ്ട, ഞാൻ ഊരിയേക്കാം. വേണ്ട, ഊരണ്ട സൈക്കോളജിസ്റ്റൊക്കെ. നിങ്ങളുടെയൊക്കെ സന്തോഷം കാണുമ്പോ കുറച്ചുകൂടി നേരത്തെ ബുദ്ധി തോന്നിയില്ലോ എന്നാ. എന്റെ 4 പൊളിച്ച തെറി കേട്ടപ്പോ അവന്റെ ബുദ്ധി നേരെ. എന്നാ പിന്നെ തെരുവിളി നേരത്തെ ആവായിരുന്നില്ലേ തബല ഭാസ്കരേട്ട? അതിന് നിന്റെ തെറിവിൽ നിർത്തിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് എനിക്കങ്ങനെ തിരിച്ചു വിളിക്കാൻ. സച്ചേട്ടാ സച്ചേട്ടാ ഒന്ന് വന്നേ, എന്താടാ കാര്യം പറയാം. എന്താ? എല്ലാരും വാ. के आंगन में मधुर गीत गुनगुनाते दिल की गूंज सुन ले, मेरे सुरों में समा ले, मेरे प्यार का तू गीत गा ले। हो तेरे प्यार में हूँ पागल, तूने दिल किया है घायल, तू ही मेरी जिंदगी की कोयल, नटखट होठों से। എന്തൊക്കെ ബഹളായിരുന്നു. 58ാമത്തെ വയസ്സിൽ ശുക്രദശ. ദേ കിടക്കണ്ടില്ലേ ശുക്രൻ. കോട്ടും സൂട്ടും ജുബയും പത്രാസും ഇന്ത്യ പഠിക്കലും. കഷ്ടപ്പെട്ട് മാന്യമര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിച്ചിരുന്ന എന്നെ പിടിച്ച് സംഗീത വിദ്വാനാക്കി അടങ്ങുമെന്നുള്ള വാശിയായിരുന്നല്ലോ എല്ലാവർക്കും. ഇപ്പൊ തൃപ്തിയായല്ലോ. ഏതോ തുക്കട ചാനലിൽ തരികട പാട്ടും പാടി നടന്നവനിപ്പോ ടോപ്പ് 1. ഒറ്റ ആൽബം കൊണ്ട് കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് സൂപ്പർ സ്റ്റാർ. കൂത്തി മാടത്ത് ഞാൻ ആ പന്നിയുടെ മോനെ. തീഹാർ ജയിലുകളും ചത്തോളാം ഈ സൈകാള്. എനിക്ക് അവനെ അന്നേ പിടിച്ചിട്ടില്ല. പിന്നെ എല്ലാരും കൂടി തലയിലേറ്റി നടന്നപ്പോ ഞാനൊന്നും മിണ്ടില്ല മാത്രം. അല്ലെങ്കിൽ നമ്മുടെ വാക്കിനൊരു വിലയില്ലല്ലോ. ഏയ്, ഇതങ്ങനെ വിട്ടാ പറ്റില്ല. നമ്മളെ അവന് പരിചയപ്പെടുത്തിയത് ആര്യാദേവിയാണല്ലോ. അവരെ കണ്ട് ചോദിക്കണം. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോയത് പോട്ടെ എന്ന് വിചാരിക്കുക. സംഗീതം അങ്ങനെ ആർക്കും മോഷിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. നിന്റെ ഉള്ളിൽ സംഗീതം ഉള്ളിടത്തോളം കാലം നമുക്ക് ഇനി ഉണ്ടാക്കാലോ പേരും പണമൊക്കെ. വേണ്ട, നിർത്തി. ഇനി ആരെങ്കിലും പാട്ട് സംഗീതം എന്ന് പറഞ്ഞു വന്ന എന്റെ തനി സ്വഭാവം ഞാൻ പുറത്തെടുക്കും. ദേ, ഇനി ഇതിന്റെ പേരും പറഞ്ഞ കയ്യെങ്ങാനും തബലയിൽ വീണ വെട്ടിയെടുക്കും ഞാൻ ആ കൈ. ലൂയങ്ങൾ ഇനി ക്ലാരിനെറ്റ് ഒന്നും ഊതണ്ട. അല്ലാണ്ട് എന്റെ ആവശ്യത്തിന് ഊതി കയറ്റണ്ടല്ലോ. മതി, ഇനി ഒന്നും വേണ്ട. പാവപ്പെട്ടവന്റെ സംഗീതത്തിന് മാത്രമല്ല സ്വപ്നത്തിനും പിച്ചച്ചട്ടിയിലെ ചില്ലിക്കാശിന്റെ വിലയുള്ളൂ. അറിഞ്ഞു കാണൂലോ അല്ലേ എന്തിനാ ഇങ്ങനെ ഒരാളെ കെട്ടിയെഴുന്നള്ളിച്ചോണ്ട് നീ പാവങ്ങളെ വെട്ടികളാക്കിയത്? എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ആളിന്റെ തെറ്റല്ല. തെറ്റ് ചെയ്തത് എന്റെ അമ്മയാണ്. അമ്മയാണ് നിങ്ങളൊക്കെ ചതിച്ചത്. എല്ലാ വഴികളും അടഞ്ഞപ്പോ ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കായിരുന്ന അമ്മ നിങ്ങളെ ഓർത്തില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഓർത്തില്ല. കോടതിയിൽ കെട്ടിവെക്കാൻ പണത്തിന് വേണ്ടി അമ്മ എല്ലാവരെയും ചതിച്ചു. ഞാൻ അറിഞ്ഞിട്ടില്ല ഒന്നും. അമ്മയ്ക്ക് വേണ്ടി എല്ലാരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. സച്ചിമോനെ, എനിക്ക് കുറച്ച് കാശ് താടാ. ഇന്ന് കുടിച്ച ഭാസ്കരേട്ടൻ ചാവൂലടാ. എന്താ മോളെ ഇത്? സാരില്ല, ഇവിടെ വന്ന എല്ലാം ഏറ്റുപറയാനുള്ള മനസ്സുണ്ടായില്ല. അത് തന്നെ ധാരാളാ. കരയണ്ട. ഇനി കരഞ്ഞ ഇവരോരോരുത്തരായിട്ട് കരയാൻ തുടങ്ങും. പണ്ട് കൂടെ നടന്ന പല പല ദുശീലങ്ങൾക്കൊപ്പം അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ശീലയതും. ആരുടെങ്കിലും സങ്കടങ്ങൾ കണ്ടാല് മൂപ്പരും കൂടെ ഇരുന്ന് കരയേ. സാരമില്ല, എത്ര സ്വപ്നം കാണണ്ടെന്ന് കരുതിയാലും മനസ്സ് വെറുതെ കോട്ട കിട്ടും. അവസാനം അതൊക്കെ നിലംപൊത്തും. ഞങ്ങൾക്കതൊക്കെ ശീലമായി. പിന്നെ ഈ നിർഗുണ ജന്മങ്ങളെ കൊണ്ട് ആരെങ്കിലൊക്കെ രക്ഷപ്പെടുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷ.